ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻസിറ്റു കൺസർവേഷൻസും എക്സിറ്റു കൺസർവേഷൻസും. ഇൻസിറ്റു കൺസർവേഷൻസ് എന്ന് പറയുമ്പോൾ ഓൺ സൈറ്റ് ആയിട്ട് അനിമൽസിനെ അവരുടെ ഹാബിറ്റാറ്റിൽ തന്നെയാണ് കൺസർവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറമ്പിക്കുളം ടൈഗർ റിസർവ് ഉണ്ട്, അവിടെ ടൈഗറിനെ കൺസർവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഹോൾ ഫോറസ്റ്റിനെ തന്നെയാണ് കൺസർവ് ചെയ്യുന്നത്. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ്, ബയോസ്ഫിയർ റിസർവ്, സാക്രഡ് ഗ്രോവ്സ്, ഇതൊക്കെയാണ് ഇൻസിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾസ്. ദെൻ എക്സിറ്റു അല്ലെങ്കിൽ ഓഫ് സൈറ്റ് കൺസർവേഷൻസ് എന്ന് പറയുമ്പോൾ സൂ, സഫാരി പാർക്സ്, അതൊക്കെയാണ് എക്സിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾസ്. വംശനാശ ഭീഷണി നേരിടുന്ന അനിമൽസിനെയാണ് ഇവിടെ കൺസർവ് ചെയ്തു വരുന്നത്. ഇതിന്റെ രണ്ടിന്റെയും എക്സാമ്പിൾസ് ആണ് മിക്ക എക്സാമിനും ചോദിക്കാറുള്ളത്. അതായത് ഇൻസിറ്റു എന്ന് പറയുമ്പോൾ അവരുടെ ഹാബിറ്റാറ്റിൽ തന്നെയാണ് നമ്മൾ അനിമൽസിനെ കൺസർവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ റിലേറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നെങ്കിൽ നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് നിൽക്കാം. അതെല്ലാം നമ്മൾ ഹോസ്റ്റലിലൊക്കെയാണ് നിൽക്കുന്നെങ്കിൽ നമുക്ക് സമയാസമയം ഭക്ഷണം തരുന്നു അല്ലെ, ആ ഒരു വീട്ടിലെ ഫ്രീഡം നമുക്ക് അവിടെ കിട്ടില്ല. ഇതേ തന്നെ നമുക്ക് അനിമൽസിനെ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഇൻസിറ്റുവിൽ അവരുടെ ഹാബിറ്റാറ്റിൽ തന്നെയാണ് അവർ വളരുന്നത്. എക്സിറ്റു എന്ന് പറയുമ്പോൾ അനിമൽസിനെ നമ്മൾ കേജിലൊക്കെ ആയിട്ടാണ് അവരെ നമ്മൾ കൺസർവ് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എക്സാമ്പിൾസ് എളുപ്പം ഓർത്തു വെക്കാം.